പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ട് 18 ആംപിയറിൻ്റെ ബാറ്ററി പാക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. CCTVക്ക് കൊടുക്കാൻ വേണ്ടി. CCTV അതായത് നമ്മൾ DVR ക്യാമറയ്ക്കൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ബാറ്ററി പാക്ക്. കറണ്ട് പോകുമ്പോഴത്തേക്കും വർക്കാകണം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ബാറ്ററി പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ 3000 mAh ലിഥിയം ബാറ്ററിയാണ്. ഇതുപോലെ ഒരു വരിയിൽ 6 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തെടുക്കും. ബാറ്ററിയുടെ 3 സെറ്റ് 6 ബാറ്ററിയുടെ 3 സെറ്റ് എടുത്ത് നമ്മൾ സീരിയൽ ചെയ്തെടുക്കും. അപ്പം 12.6 വോൾട്ടിൻ്റെ BMSും കൂടി വയ്ക്കും. ഇത് നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ പരമാവധി ലിഥിയം ബാറ്ററിയൊക്കെ നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ കാണുന്ന ബാറ്ററി ഹോൾഡറുകൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാറ്ററി പാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജോയിൻ്റ് ചെയ്യുക കാണിച്ചു തരാം. ഒരു സൈഡിൽ നമ്മൾ 16 പീസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ 2 എണ്ണം നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പോട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ട്രിപ്പാണ് എടുത്ത് ചെയ്യണത്. വയർ ഉപയോഗിച്ച് സോൾഡർ ചെയ്യാതെ ഈ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്പോട്ട് വെൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കും. ആദ്യം ഇപ്പോൾ ഈ ഭാഗത്ത് പോസിറ്റീവ് വരണ രീതിയിൽ നമ്മൾ 1 2 3 4 5 6 ബാറ്ററി നമ്മൾ ഈ ഒരു സൈഡിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ വരിയായിട്ട് പോസിറ്റീവ് മാത്രം വയ്ക്കും. അപ്പോൾ ഇത് പാരൽ കണക്ഷൻ ചെയ്യുന്നതിനായിട്ടാണ് ഈ പോസിറ്റീവ് മാത്രം വയ്ക്കുന്നത്. ഇതുപോലെ ഇനി നേരെ തിരിച്ച് വയ്ക്കും. നെഗറ്റീവ് സൈഡ് മുകളിലേക്ക് ആക്കി വയ്ക്കും. ഇതുപോലെ നെഗറ്റീവ് സൈഡ് മുകളിലേക്ക്. ഇനി അടുത്തത് പോസിറ്റീവ് മുകളിലേക്ക്. പോസിറ്റീവ് മുകൾ സൈഡിലേക്ക് വയ്ക്കും. ഇതിൽ നമ്മൾ ഇതുപോലെ പോസിറ്റീവ് മാത്രം ഇതുപോലെ വയ്ക്കുന്നത് ഇതിൽ നമുക്ക് പാനൽ കണക്ഷൻ ചെയ്യുന്നതിനായിട്ടാണ്. എന്നിട്ട് ഈ 3 എണ്ണം കൂടി നമ്മൾ സീരിയലായിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഹോൾഡർ കൂടി സെറ്റ് ചെയ്യും. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അളവിന് സ്ട്രിപ്പുകൾ കട്ട് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിനാണ് ഈ 6 പീസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. 6 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം നമ്മളിത് വെൽഡ് ചെയ്ത് സ്പോട്ട് വെൽഡ് ചെയ്തിടണം. അപ്പോൾ ആദ്യം നെഗറ്റീവ് സൈഡ് ഒരു ലെവൽ ചെയ്ത് സെറ്റ് ആദ്യം ലെവൽ ചെയ്ത് വെച്ചിട്ട് നെഗറ്റീവ് പ്രോബ്ലം ആദ്യം ഇത് മുട്ടിച്ചിട്ട് പോസിറ്റീവ് പ്രോബ്ലം സ്പോട്ടായിട്ടുണ്ട്. ഒരു 2 സ്പോട്ടുകൾ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബലം കിട്ടുള്ളൂ. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ആവും. പിന്നെ ഇതുപോലെ ഇതെല്ലാം നമ്മൾ വെൽഡ് ചെയ്തിടണം. ഇതുപോലെ സ്പോട്ട് ചെയ്തിടണം. അപ്പോൾ ഇതിൽ 4 സ്പോട്ടുകൾ ഇടണം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ ഒരു സൈഡിലുള്ള പാനൽ ചെയ്തിട്ട് കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ നമ്മൾ ഈ പാരൽ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സീരിയലായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇതായിരിക്കണം. നമ്മൾ നെഗറ്റീവ് സൈഡ് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. ഇതല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് കണക്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഈ നെഗറ്റീവിലേക്ക്, ഈ പോസിറ്റീവ് നമ്മൾ നെഗറ്റീവ്, ഈ താഴത്തെ നെഗറ്റീവ്, അതിൻ്റെ മുകളിലത്തെ പോസിറ്റീവ്, അതേ ബാറ്ററിയിലെ പോസിറ്റീവും അടുത്ത ബാറ്ററിയിലെ നെഗറ്റീവും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. സീരിയൽ കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ എല്ലാ ബാറ്ററിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒറ്റ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സീരിയലായിട്ട് കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3.7 വോൾട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു വോൾട്ട് വന്നിട്ടുണ്ട്. ചെയ്താണ് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ബാറ്ററി പാക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ബാറ്ററി മേടിച്ച് അയച്ച് തന്നാലും ഞാൻ ചെയ്തു തരും. ബാറ്ററി വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന ബാറ്ററി മേടിച്ചിട്ട് ഇതുപോലെ വേണമെങ്കിൽ ഹോൾഡറൊക്കെ വെച്ച് സ്പോട്ട് വെൽഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
അപ്പോൾ ഈ ഒരു സൈഡ് സീരിയൽ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ ഈ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഈ പോസിറ്റീവിലോട്ട് വന്നിട്ടുണ്ട്. ഈ പോസിറ്റീവ് നേരെ അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ബാറ്ററിയുടെ ഈ ഒരു പോസിറ്റീവിൽ നിന്ന് ഈ നെഗറ്റീവിലേക്കാണ് അടുത്ത ജോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സീരിയൽ കണക്ഷൻ റെഡിയായി. സീരിയൽ കണക്ഷൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ സീരിയൽ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. മൾട്ടിമീറ്ററിൽ 11.93 വോൾട്ട്, ഏകദേശം ഒരു 12 വോൾട്ടിന് അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി BMSൻ്റെ കണക്ഷനും കൂടി പറയാം. ഈ കാണുന്ന BMS ആണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. 3Sൻ്റെ 12.6 വോൾട്ടാണ്. 3S 12.6 വോൾട്ട്. ഇത് 20 ആംപിയറാണ്. 20 ആംപിയറിൻ്റെ BMS ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത് ഇതാണ് 0 വോൾട്ട്, അതായത് ബാറ്ററിയുടെ നെഗറ്റീവ്. ഇത് അതേ നെഗറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കണം 4.2 വോൾട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ബാറ്ററി സീരിയൽ ചെയ്ത് കൊടുക്കുന്നതിന് 8.4 വോൾട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 12.6 വോൾട്ട്, അതായത് 4 വയറാണ് നമുക്കിതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബാറ്ററിയിലും കൂടി ഒന്ന് കാണിക്കാം. 0 വോൾട്ട് നമ്മളിതാ ഈ നെഗറ്റീവ് കൊടുക്കുക. ആ നെഗറ്റീവ് കൊടുത്ത ബാറ്ററിയിലെ പോസിറ്റീവിൽ നമ്മൾ 4.2 വോൾട്ട്, ഈ ഇവിടെ കാണുന്നത് പോലെ 4.2 വോൾട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 8.4 വോൾട്ട്, അതായത് 8.4 വോൾട്ട് അതേ ബാറ്ററിയിൽ, ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് രണ്ടാമത്തെ സെറ്റിൽ നമുക്കിത് ഈ ഒരു ഭാഗത്ത് പോസിറ്റീവിലാണ് കൊടുക്കേണ്ടത് 8.4 വോൾട്ട്. അപ്പോൾ 3 കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 12.6 വോൾട്ട് നമുക്കിതാ ഈ ഒരു പോസിറ്റീവിൽ കൊടുക്കണം, ലാസ്റ്റ് ബാറ്ററിയിൽ പോസിറ്റീവിൽ. അപ്പോൾ ഇത്രയാണ് ഈ BMSൻ്റെ കണക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എന്താ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും കാണാം. അപ്പോൾ ഇനി ഈ വയർ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1 സ്ക്വയറിൻ്റെ വയർ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഡബിൾ സൈഡ് സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിട്ടാണ് BMS അതിൻ്റെ മീതെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 4.2 വോൾട്ടാണ് എടുക്കേണ്ടത്. കൊടുത്തിട്ടുണ്ട് 4.2 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. സോൾഡർ ചെയ്യുന്ന നമുക്ക് ഫ്ലെക്സും കൂടി നല്ല രീതിയിൽ നാടി കൊടുക്കണം. ഫ്ലെക്സ് തേച്ച ഭാഗത്ത് അതൊക്കെ സോൾഡർ ചെയ്യണം. ഇതാ 11.93 നേരത്തെ കണ്ട അതേ വോൾട്ടേജ് തന്നെ 12 വോൾട്ടിൻ്റെ അടുത്തുണ്ട് BMSൽ. ഇനി നമുക്ക് BMSൻ്റെ ഇന്നും ഔട്ടും സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 വയർ എടുത്തിട്ടുണ്ട്, റെഡും ബ്ലാക്കും കൂടി. അപ്പോൾ ഇത് 2 എണ്ണം എടുത്തത്, ഒന്ന് ചാർജിങ്ങിനും ഒന്ന് ഡിസ്ചാർജിങ്ങിനും. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും കാണാം. നെഗറ്റീവ് സൈഡിൽ നമ്മൾ ബ്ലാക്ക് സോൾഡർ ചെയ്തെടുക്കണം. പോസിറ്റീവ് നമ്മൾ റെഡ് സോൾഡർ ചെയ്തെടുക്കണം. ഇത് റെഡ് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമ്മൾ കണക്ഷൻ കൊടുക്കാനൊക്കെ മാറിപ്പോവില്ല, നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോവില്ല. ഇതാ, അപ്പോൾ ഇവിടെ ഷോർട്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ വയർ സെറ്റ് ചെയ്യാം. അപ്പം ഇതാ ബാറ്ററി പാക്ക് കറക്റ്റായിട്ടുണ്ട്. ഇതിൻ്റെ DC ബൾബ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും 2 വയർ, റെഡും ബ്ലാക്കും 2 എണ്ണം നമ്മൾ സ്ലീവ് കളഞ്ഞ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 12 വോൾട്ടിൻ്റെ ഒരു LED ബൾബ് എടുക്കാം.
അപ്പോൾ ഇനി ഇത് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 12.6 ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ്. കറക്റ്റ് 12.6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചാർജ് ആവുള്ളൂ. നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പം 3.5 ആംബിയറിൽ ചാർജ് ആവുന്നുണ്ട്. കാണിച്ചു തരാം. നമ്മൾ DC മെഷീനിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ആംബിയറിൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. 12.6 വോൾട്ടാണ് നമ്മൾ DC മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3.5 ആംബിയറിൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ബാറ്ററി ഫുള്ളാകുമ്പോഴത്തേക്കും BMS ബാറ്ററി കട്ട് ഓഫ് ചെയ്യും. പക്ഷേ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഈ കാണുന്ന ഒരു ബോർഡും കൂടി നമ്മളിതിൽ കൊടുക്കണം. നമ്മൾ ചെയ്യണ ചാർജറിൽ നമ്മൾ ഈ ഒരു ബോർഡ് കൂടി കൊടുക്കണം. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ബോർഡും കട്ട് ഓഫ് ചെയ്യും, ഈ ഇരിക്കുന്ന BMSഉം കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ കൂടുതലും ഈ ഒരു ബോർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എത്രത്തോളം ചിലപ്പോൾ BMS വർക്കായില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ ഒരു ബോർഡും കൂടി ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ ഒരു ചാർജർ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് ചെയ്തത് നമുക്കൊരു DVRഉം 2 ക്യാമറയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ UPSന് പകരം കൊടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയും ഇതിൻ്റെ ചാർജറും കൂടെ ചേർത്ത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.